കേരളത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ഇക്കാണുന്ന ഇസ്സത്തുകൾ മുഴുവനും ഇക്കാലത്ത് ഉണ്ടാക്കി തന്നതാരാണ്? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളാണ്. മുസ്ലിയാര് കുട്ടിയാണ്, മുസ്ലിയാരാണ്, പിന്നെ മുദർരിസാണ്. അങ്ങനെ ഇൽമ പഠിച്ച് നല്ല പണ്ഡിതനായി മുൻകാല ഇമാമുകളുടെ വഴിയിൽ അധ്വാനിച്ചപ്പോൾ ഇവിടത്തെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയാത്തത്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത്, ആ ഒരു ജീവിതം കൊണ്ട് മഹാനരായ ഉസ്താദ് അവറുകൾ ഈ ലോകത്തിന് ആത്മീയതയുടെ വഴിയിൽ സമ്മാനിച്ചു നൽകിയില്ലേ? അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ ഉസ്ബെക്കിസ്ഥാനിൽ ഇമാം ബുഖാരി തങ്ങളുടെ ജന്മനാടായ ബുഖാറയിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള ആലിമീങ്ങൾ ആദരിച്ചു. കാരണം എന്താണ്? ഇന്ന് ലോകത്ത് തന്നെ സ്വഹീഹുൽ ബുഖാരിയുടെ വലിയ ദർസുകളിൽ ഒരു ദർസ് മർക്കസിൽ നടക്കുന്ന ദർസാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് 60 കൊല്ലമായി മുടങ്ങാതെ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന പണ്ഡിതനാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ ഇമാം ബുഖാരി തങ്ങളുടെ നാട്ടിൽ ആദരിക്കുകയാണ്. മുത്തഅല്ലിമുകളായ ഞങ്ങൾ അതിൽ പങ്കെടുക്കാൻ പോയതാണ്. ഇമാം ബുഖാരി തങ്ങളുടെ തൊട്ടു ചാരത്തിരുന്നുകൊണ്ട് ഉസ്താദ് അവറുകളും ഇന്ന് ലോകത്തറിയപ്പെടുന്ന സുന്നി പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹഫീദ് അവറുകളും റഹിമഹുല്ലാഹ് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തിരുന്ന് ദർസ് എടുക്കുകയാണ്. കിതാബ് ഓതിക്കൊടുക്കാൻ സമ്മതം തരികയാണ്. എന്തൊരു അനുഗ്രഹമുള്ള കാഴ്ചകളാണ്! ആ ശൈഖുന ഉസ്താദ് അവറുകളെ ഇൽമിന്റെ വഴിയിലേക്ക് വിട്ട അഹ്മദ് ഹാജി എന്ന മഹാൻ എന്ത് വലിയ സന്തോഷത്തിലായിരിക്കും ഖബറിൽ കിടക്കുന്നത്. അല്ലാഹു അവരുടെ പദവി ഉയർത്തിക്കൊടുക്കട്ടെ. അപ്പൊ നമ്മുടെ മക്കൾ ഹാഫിളുകളായി, ആലിമുകളായി, അല്ലാഹുവിന്റെ ദീനിന്റെ കാവൽക്കാരായി വരുന്നതിൽ മാതാപിതാക്കൾ സന്തോഷിക്കണം. അതിന് അവരെ ചെറുപ്പത്തിലേ ഓതാനയക്കണം, ഇൽമിന്റെ സ്ഥാപനങ്ങളിൽ വിടണം.